തലശ്ശേരി മൈസൂർ പാത വയനാട് വഴി ട്രെയിൻ ഷൊർണൂരിൽ ഇലക്ട്രിക് ലോക്കോ ഷെഡ് തുടങ്ങിയ കഴിഞ്ഞ 15 വർഷത്തിനിടെ കേരളത്തിന് ലഭിച്ച റെയിൽവേ വാഗ്ദാനങ്ങൾ ഏറെ. ഒരൊറ്റ പദ്ധതി പോലും നടപ്പാക്കിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യം. വിവിധ പദ്ധതികൾക്കായി സംസ്ഥാനം ഏറ്റെടുത്ത റെയിൽവേക്ക് നൽകിയ ഭൂമികൾ കാട് കയറി നശിക്കുന്നു. പുതിയ വാഗ്ദാനങ്ങളുമായി വീണ്ടും ഒരു റെയിൽവേ ബജറ്റ് വരാനിരിക്കെ ഇതുവരെ പ്രഖ്യാപിച്ച പദ്ധതികളുടെ അവസ്ഥ പരിശോധിക്കാം. കേരളത്തിന്റെ കയ്യടി കിട്ടാനായി മാത്രം പാഴ്വാഗ്ദാനങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയാണ് കുറച്ചു കാലമായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം നിർവഹിച്ചു പോകുന്നത്. 2016-2017 റെയിൽവേ ബഡ്ജറ്റിൽ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ ലൈൻ പദ്ധതി ഔദ്യോഗികമായി ഉൾപ്പെടുത്തി. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളം ആവശ്യപ്പെട്ട പദ്ധതി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയത് വലിയ പ്രതീക്ഷ നൽകി. പക്ഷേ 9 വർഷം പിന്നിടുമ്പോഴും പദ്ധതി കടലാസിൽ ഉറങ്ങുന്നു. നിലമ്പൂരിൽ നിന്ന് ആരംഭിച്ച് വയനാട് സുൽത്താൻ ബത്തേരി വഴി കർണാടകയിലേക്ക് പോകുന്ന റെയിൽപാത വയനാടിൻ്റെ ഗതാഗത സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമായിരുന്നു. കണ്ണൂർ, തലശ്ശേരി തുടങ്ങി വടക്കൻ മലബാറിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്ര 5 മണിക്കൂർ മാത്രമായി കുറയ്ക്കുന്ന തലശ്ശേരി മൈസൂർ റെയിൽവേ ലൈനും മോഹന വാഗ്ദാനം മാത്രമായി അവശേഷിക്കുന്നു. പാലക്കാട് കോച്ച് ഫാക്ടറിക്ക് പകരം ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഷൊർണൂർക്ക് നൽകാമെന്ന് ഇക്കഴിഞ്ഞ 10 കൊല്ലത്തിനിടെ പ്രഖ്യാപിച്ചിരുന്നു. 2019 5 ഇലക്ട്രിക് ലോക്കോ ഷെഡുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിലൊഴികെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം പ്രവർത്തനം ആരംഭിച്ചു. ഇലക്ട്രിക് ലൈനുകൾ സജീവമായ കേരളത്തിൽ മാത്രം ഒന്നും വന്നില്ല. മറ്റു പോംവഴികളില്ലാതെ എറണാകുളത്തെ ഡീസൽ ലോക്കോ ഷെഡിൽ ഇലക്ട്രിക് ലോക്കോ അറ്റകുറ്റപ്പണികൾ കൂടി നടത്തി കാര്യം നിർവഹിക്കുകയാണ് റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം. യാത്രക്കാർ ഏറെയുള്ള കേരളത്തിൽ സ്ഥിരം ട്രെയിനുകൾ അനുവദിക്കാനും റെയിൽവേക്ക് വിമുഖതയാണ്. പകരം സ്പെഷ്യൽ ട്രെയിനുകൾ മാത്രം അനുവദിച്ച് യാത്രക്കാരുടെ ആവശ്യം നിർവഹിക്കും. തടസ്സമില്ലാതെ ദീർഘദൂര ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന വിധത്തിൽ എറണാകുളത്തു നിന്നും ഷൊർണൂർ വരെയുള്ള 3 വരിപ്പാത 4 വരിയാക്കുമെന്ന പ്രഖ്യാപനവും നടപ്പിലാക്കിയിട്ടില്ല. പല പദ്ധതികൾക്കുമായി സംസ്ഥാനം ഏറ്റെടുത്ത ഭൂമി കാടുകയറി നശിക്കുന്നു. ഇനിയുമേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കാം. അതിനായി സംസ്ഥാന സർക്കാരും സ്ഥലം ഏറ്റെടുത്തേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് 1 ഇഞ്ച് പോലും പദ്ധതി മുന്നോട്ട് പോകാതിരിക്കാനുള്ള ശ്രദ്ധ എപ്പോഴും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കേരളത്തോട് കാണിക്കാറുണ്ട്. പാലക്കാട് നിന്നും ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സന്തോഷ് സർലിംഗ്.